പ്രകാശമേ മിഴി തുറക്കുക വേഗം. ശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, മത്തായി സുവിശേഷത്തിൽ നമുക്കറിയാം, പ്രസംഗങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും ഇടകലർത്തിയാണ് പറയുന്നത്. ആദ്യത്തെ 5, 6, 7 അധ്യായങ്ങൾ മലയിലെ പ്രസംഗമാണ്. അത് തൊട്ടു പിന്നാലെ വരുന്നത് 10 അത്ഭുതങ്ങളാണ്. അതിൽ 6ാമത്തെ അത്ഭുതമാണ് ഇവിടെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, യേശു മുറിയിലാണ്. ആൾക്കാർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരികയാണ് സൗഖ്യം പ്രതീക്ഷിച്ച്. പക്ഷേ യേശുവോട് പറയുന്ന വാക്ക് നോക്കുക, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ പാപമോചനത്തിന് വേണ്ടിയല്ല വന്നത്, സൗഖ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ നമുക്ക് ഓർക്കണം, എല്ലാ രോഗവും പാപത്തിൻ്റെ ഫലമാണ് എന്ന് പറയുന്നില്ലെങ്കിലും മനുഷ്യന് രണ്ടും ആവശ്യമാണ്. അടിസ്ഥാനപരമായിട്ട് തിന്മ എന്നത് പാപത്തിലൂടെയാണ്. അപ്പോൾ ഈ ശരീരത്തിന് സൗഖ്യം നൽകുന്നതിന് മുമ്പേ യേശു അവൻ്റെ മനസ്സിന് സൗഖ്യം നൽകുന്നു. മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ധൈര്യമുണ്ടാകണം, മനസ്സിന് ശക്തി ഉണ്ടാകണം. പാപമോചനം ലഭിച്ചു കഴിയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നുള്ള ബോധ്യമുണ്ടാകും. അപ്പോൾ ആത്മാവിൻ്റെ സൗഖ്യം ശരീരത്തിന് സൗഖ്യം നൽകും. അതാണ് തുടർന്ന് സംഭവിക്കുന്നത്. തൊട്ടു പിന്നാലെ ചർച്ച വരുന്നുണ്ട്, ഇവനാരും പാപം മോചിക്കാൻ തർക്കമുണ്ട്. പക്ഷേ യേശു പറയും, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം ആവശ്യമുണ്ട്. ഇപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവത്തിൻ്റെ അധികാരം അവനുണ്ട് എന്നും പാപമോചിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ള തെളിവായിട്ടാണ്, അടയാളമായിട്ടാണ് അവനോട് പറയുക, എണീറ്റ് കിടക്കുകയും എടുത്ത് നടക്കുക. യേശു നമ്മളോട് പറയുന്നു, മകനെ ധൈര്യമായിരിക്കുക, മനസ്സ് തളർന്നു പോകരുത്. എന്തെങ്കിലും ആവട്ടെ, രോഗമാകാം, സാമ്പത്തിക തകർച്ചകളാകാം, അസ്വസ്ഥതകളാകാം, എന്തുമാവട്ടെ ധൈര്യമായിരിക്കുക. കഴിഞ്ഞ കാലത്തെ തെറ്റുകളും കുറ്റങ്ങളും ഓർത്ത് നിരാശപ്പെടാതെ, മറ്റുള്ളവരുടെ അടുത്ത് അംഗീകാരം കിട്ടുന്നില്ല എന്ന് കരയാതെ ധൈര്യമായിരിക്കുക. ദൈവം നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് സാധിക്കും. തളർന്നു കിടക്കാനുള്ളതല്ല ഈ ജീവിതം. ധൈര്യമായിരിക്കുക, എണീറ്റ് കിടക്കുകയും എടുത്ത് നടക്കുക. യേശു എന്നോടും പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക. ഈ നോമ്പുകാലം ഈ ധൈര്യം, ആന്തരികമായ ശക്തി ആർജിക്കാനുള്ള അവസരമാകട്ടെ. കർത്താവിൻ്റെ വാക്കിന് ചെവി ഓർക്കാം, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എണീറ്റ് നടക്കുക. അതിൻ്റെ കൃപ തമ്മിൽ അമർദാനം ചെയ്യട്ടെ. വഴിയേ നടക്ക